കായംകുളത്തെ ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭക്ഷണശാലയുടെ പ്രവർത്തനം മികച്ച രീതിയിലായിരുന്നു. SN വിദ്യാപീഠത്തിലായിരുന്നു ഭക്ഷണശാല പ്രവർത്തിച്ചിരുന്നത്. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭക്ഷണശാല മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത്. പുതുമ നിലനിർത്തിയായിരുന്നു ഈ വർഷവും ഭക്ഷണശാല പ്രവർത്തിച്ചത്. SN വിദ്യാപീഠത്തിലായിരുന്നു ഭക്ഷണശാല നടന്നത്. രചനാ മത്സരങ്ങൾ നടന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഭക്ഷണം നൽകിയിരുന്നു. പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണും 4 മണിക്ക് ചായയും ചെറുകടിയുമാണ് വിഭവങ്ങൾ. രാത്രിയിൽ ചപ്പാത്തിയും കുറുമയും അടക്കം വ്യത്യസ്തമായ വിഭവങ്ങളും ഒരുക്കിയിരുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയത്. ആഹാരം പാകം ചെയ്തത് അനിൽ കറ്റാനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. 5 സഹായികൾ സംഘത്തിലുണ്ടായിരുന്നു. മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പോലീസ് ഉദ്യോഗസ്ഥരും തുടങ്ങി കലോത്സവവുമായി ബന്ധപ്പെട്ടവരെല്ലാം ഭക്ഷണശാലയിൽ എത്തിയിരുന്നു. AP ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കായിരുന്നു ഭക്ഷണശാലയുടെ ചുമതല. ഓണാട്ടുകരയുടെ തലസ്ഥാനമായ കായംകുളത്ത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഇന്ന് കൊടി ഇറങ്ങുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങൾ ഈ ഫുഡ് കമ്മിറ്റിയുമായിട്ട് നിരവധി പേർ സഹകരിച്ചു. ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ട്. കൗമാരകലയുടെ ജേതാക്കൾ, അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ളവർക്കും വിഭവസമൃദ്ധമായ ആഹാരമാണ് കഴിഞ്ഞ 4 ദിവസവും ഞങ്ങൾ കൊടുത്തത്. രാവിലെ തുടങ്ങി രാത്രി ഏതാണ്ട് 10-11 മണി വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ഉത്തരവാദിത്തമല്ല. APSTA എന്ന് പറയുന്ന നമ്മുടെ അധ്യാപക സംഘടന, അവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും അക്കാര്യത്തിൽ മതി വരില്ല. കാരണം എല്ലാ മേഖലയിൽ നിന്നും രാവിലെ മുതൽ എന്നിട്ട് അർദ്ധരാത്രി വരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ച അധ്യാപകർ, അവരെ മുക്തകണ്ഠം കായംകുളം നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ ഇത് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഏതാണ്ട് 15,000 പേര് ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു പക്ഷേ അതിനും അപ്പുറം, ഞങ്ങളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായി ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ ഭക്ഷണം കഴിച്ചു സംതൃപ്തരായി. ഒരാൾ പോലും അസംതൃപ്തി പ്രകടിപ്പിക്കുവാനുള്ളൊരവസരം ഞങ്ങൾ കൊടുത്തില്ല. കായംകുളത്തിൻ്റെ ജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ഉത്സവമായി ഇത് മാറിയപ്പോൾ ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും നമുക്കിവിടെ നഗരസഭയുടെ പൂർണ്ണ സഹകരണം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ചെയർമാൻ AP ഷാജഹാൻ അവർ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കമ്മിറ്റി അംഗമെന്ന നിലയിൽ നിന്നുകൊണ്ട് മുഴുവൻ സമയമുള്ള ഒരു പ്രവർത്തകനായി നിന്നുകൊണ്ട് സഹായിക്കുകയാണ് ചെയ്തത്. എല്ലാവിധ സഹായങ്ങളും കൃത്യസമയങ്ങൾ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ രചനാ മത്സരങ്ങൾ ഭക്ഷണത്തിന് കൊടുത്തില്ല എങ്കിൽ ഈ വർഷം നമ്മൾ രചനാ മത്സരത്തിന് ഉൾപ്പെടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 4 ദിവസം മത്സരം നടന്നെങ്കിൽ അതിൽ 3 ദിവസം ഫുഡ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് 5 ദിവസമാക്കി. 5 ദിവസവും ഭക്ഷണം നമ്മൾ അതേ ബഡ്ജറ്റ് ഉപയോഗിച്ച് കൊടുക്കുകയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ 2 ദിവസമാണ് പായസം കൊടുത്തെങ്കിൽ ഇത്തവണ 4 ദിവസവും നമ്മൾ പായസം, ഇന്ന് പാൽപ്പായസമാണ് വിതരണം ചെയ്യുന്നത്. മറ്റൊരു മാറ്റം കൂടി നമ്മൾ മെനുവിൽ വരുത്തി. വൈകുന്നേരങ്ങളിൽ സാധാരണ ഉച്ചയ്ക്കുള്ള മെനു തന്നെയാണ് വൈകുന്നേരം കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ അതിന് ചപ്പാത്തിയും അതിന് വേണ്ട കറികളും അതോടൊപ്പം തന്നെ വേണം ചോറും കറികളും കൂടി കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ നമ്മൾ കഴിച്ചവരെല്ലാം വളരെ സംതൃപ്തമായിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം ഉൾപ്പെടെ വൈകുന്നേരത്തെ ഭക്ഷണത്തിൻ്റെ മാറ്റമൊക്കെ വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർ കാണുകയും വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 5 ദിവസവും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വർഷം കലോത്സവം നടത്തിയത്. ആദ്യത്തെ ദിവസം സാധാരണ അങ്ങനെ കൊടുക്കുന്ന പതിവില്ല. ഇപ്രാവശ്യം അതെല്ലാം നെറ്റിച്ചുകൊണ്ട് കായംകുളം അത് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ KPSTA എന്ന് പറയുന്ന സംഘടന, ഞങ്ങൾ ഈ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തോട് വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും അധികം പ്രതീക്ഷിച്ചത് നമ്മളുടെ ജനങ്ങളുടെ സഹകരണമായിരുന്നു. അത് നമുക്ക് ആവോളം കിട്ടി. നഗരസഭയാണെങ്കിലും നമ്മുടെ ചെയർമാൻ ഷാജഹാൻ സർ എപ്പോഴും രാവിലെ മുതൽ രാത്രി വരെ എപ്പോഴും ഞങ്ങളോടൊപ്പം നിന്ന്, ഞങ്ങൾ ഒരാളായിട്ട് നിന്ന് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചു. നഗരസഭയുടെയും ഹരിതകർമ്മസേനയുടെയും വിശേഷം നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ഒരു പ്രശ്നവും കൂടാതെ നമുക്കിത് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിലും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്കിത് ചെയ്തു തീർക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇതിനോട് ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവരോടും KPSTയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൗൺസിലർ രേഖ സോമരാജൻ, കൺവീനർ ഉദയകുമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.